ഹലോ, അപ്പോൾ വീണ്ടും എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് അഗ്നി പരീക്ഷ എപ്പിസോഡ് 9ൻ്റെ റിവ്യൂ ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് നമുക്ക് എവിക്റ്റ് ആയത്? 4 പേര് പുറത്തു പോയിട്ടുണ്ട് കേട്ടോ. അതാരൊക്കെയാണ്, ഇന്ന് എന്താണ് അവർക്ക് കൊടുത്ത ടാസ്ക്, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് 2 ഗസ്റ്റുകളുണ്ട്, അവരാരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ ആര് പുറത്ത് പോകണം, ആര് അകത്ത് കയറണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ റെനീഷ ജഡ്ജസിൻ്റെ സീറ്റിൽ ഇരിപ്പുണ്ട്. റെനീഷയുടെ ഇടതും വലതും ഓരോരുത്തർ ഇരിപ്പുണ്ട്. അവർ ആദ്യം തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 2 ഗസ്റ്റുകളെന്ന് പറയുന്നത് നമ്മുടെ സീസൺ 5ലെ നാദിറയും സെറീനയുമാണ് ഇന്ന് വന്നിട്ടുള്ള 2 ഗസ്റ്റുകൾ. അങ്ങനെ അവരെ ഇൻവൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഇവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടക്കുന്ന മാസ്ക് ഓഫ് ടാസ്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് 3 പേരും കൂടി ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവർക്ക് ഉള്ള ടാസ്ക് ആയിരുന്നു കൊടുത്തത്. ഓക്കെ, അവർക്ക് കൊടുത്തതെന്ന് വെച്ചാൽ അവർക്കുള്ള സബ്ജക്റ്റാണ് ഇന്ന് കൊടുത്തത്. പ്രണവ്, സോന, അമൃത, ഇവർ 3 പേരുമായിരുന്നു കേട്ടോ ഇനി ആ ഒരു സെഗ്മെൻറ്റ് പൂർത്തിയാക്കാനുള്ളവർ. അപ്പോൾ പ്രണവിന് കൊടുത്തത് സിനിമയാണ്. അറിയാമല്ലോ, പ്രണവ് നമ്മുടെ ബിഗ് ബോസിൽ വന്നത് തന്നെ സിനിമയിൽ കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു അഗ്നി പരീക്ഷയിൽ വന്നത് തന്നെ. അതുകൊണ്ട് തന്നെ പ്രണവിന് ആ ഒരു സിനിമ എന്നുള്ള ഇതാണ് കൊടുത്തത്. സോനയ്ക്ക് കൊടുത്തത് ധൈര്യമാണ്. അത് കഴിഞ്ഞിട്ട് അമൃതയ്ക്ക് കൊടുത്തത് അച്ഛൻ എന്നുള്ള ഒരിതാണ്. അപ്പോൾ ഇവർ 3 പേരും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടാസ്ക് ആണ് കേട്ടോ. ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് 4 ടീമായിട്ടാണ് തിരിക്കുന്നത്. ഈ 4 ടീമിൽ ക്യാപ്റ്റൻ ആര് വേണമെന്നുള്ളത് കണ്ടസ്റ്റൻസിന് തന്നെ തീരുമാനിക്കാം. അതായത് കണ്ടസ്റ്റൻസിൽ നിന്ന് തന്നെ ഓരോരുത്തരെ ക്യാപ്റ്റനായിട്ട് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ 4 പേരെ സെലക്ട് ചെയ്തു. താഷി, ഷിബിന, രാകേഷ്, എൽദോ, ഈ 4 പേരെയാണ് ഈ കണ്ടസ്റ്റൻസ് ക്യാപ്റ്റൻസായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്യാപ്റ്റന്മാരെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് ഇവരുടെ ടീമിലോട്ട് 3 പേരെ വെച്ച് വിളിക്കാനായിട്ട് പറഞ്ഞു. അതായത് ഇവരും കൂടെ കൂട്ടി 4 പേര്. അങ്ങനെ ഒരു ടീമിൽ 4 പേര്, ക്യാപ്റ്റൻ ഉൾപ്പെടെ 4 പേര്. കാരണം മൊത്തം 16 പേരാണല്ലോ ഉള്ളത്. അപ്പം താഷി വിളിച്ചത് വിശാഖിനെയും അമൃതേനെയും അതുപോലെ തന്നെ പ്രണവിനെയാണ്. ഷിബിനെ വിളിച്ചത് ഷിജിനെയും ഷാമിനെയും സോനയാണ്. രാകേഷ് വിളിച്ചത് ഷിജുലാൽ, ലൊലീറ്റ, പൂജ. പിന്നെ എൽദോ വിളിച്ചത് ഷാമോന്, അഫ്യാനാസ്, അളകനന്ദ. ഇങ്ങനെ 4 ടീമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവർക്ക് കൊടുത്ത ടാസ്ക് ഒരു ചതുരത്തിലുള്ള ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ വസ്തുക്കളൊക്കെ യൂസ് ചെയ്ത് ഒരു നീളമുള്ള ഒരു രൂപം ഇവർ നിർമ്മിക്കണം. അതായിരുന്നു ടാസ്ക്. ഒരേ സമയം 2 ടീമിനാണ് മത്സരിക്കാൻ പറ്റുന്നത്. ഒരു ടീമിൽ 4 പേരായിരിക്കും ഉള്ളത്. അതിനകത്ത് ഒരാൾ രൂപം നിർമ്മിക്കാനായിട്ട് നിൽക്കണം. ബാക്കി 3 പേര് ഈ വസ്തുക്കൾ ഇവർക്ക് രൂപം നിർമ്മിക്കാനായിട്ട് എടുത്തുകൊണ്ട് കൊടുക്കണം. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ പോയി ആ ഒരു വസ്തു എടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അയാൾ വന്ന് എടുത്തുകൊണ്ട് കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത ആൾക്ക് പോയി അടുത്ത വസ്തു എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുമ്പോൾ ബസർ മുഴങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നീളത്തിലുള്ള രൂപം ആരാണോ നിർമ്മിച്ചത് അവരായിരിക്കും ജയിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ എൽദോയുടെ ടീമും താഷീൻ്റെ ടീമുമാണ് മത്സരിക്കാൻ വന്നത്. അതിനകത്ത് എൽദോയാണ് രൂപം നിർമ്മിക്കാനായിട്ട് നിന്നത്. ബാക്കി 3 പേര് പോയി വസ്തുക്കൾ എടുത്തുകൊണ്ട് വരും. താഷിയുടെ ടീമിൽ താഷിയാണ് രൂപം നിർമ്മിക്കാൻ നിന്നത്. ബാക്കി 3 പേര് പോയി വസ്തുക്കൾ എടുത്തുകൊണ്ട് വരും. ഈ 2 ടീമുകളും അത്രയും എന്താ പറയുക, അത്ര നന്നായിട്ടല്ല സത്യം പറഞ്ഞാൽ പെർഫോം ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ താഷിയുടെ ടീമായിരുന്നു ജയിക്കേണ്ടത്. പക്ഷെ അവസാനം വന്നപ്പോഴത്തേക്കും താഷി നിർമ്മിച്ച് വെച്ച രൂപം മൊത്തം താഴോട്ട് പോയി. അങ്ങനെ എൽദോയുടെ ടീമാണ് ജയിച്ചത്. എൽദോയുടെ ടീമിൽ സത്യം പറഞ്ഞാൽ എൽദോ മാത്രമേ നല്ല രീതിയിൽ ആ ഒരു ടാസ്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി 3 പേരും എന്താ പറയുക, ഒരു ഐഡിയയും ഇല്ലാതെ ചുമ്മാതെ പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക എന്ന് പറയത്തില്ലേ, അങ്ങനെയായിരുന്നു. ചുമ്മാതെ കൈ കിട്ടുന്ന ഓരോന്നും എടുത്തുകൊണ്ട് കൊടുക്കുക. അത് പിന്നെ എൽദോ കുറച്ചൊക്കെ ചിന്തിച്ച് കൂട്ടി ചെയ്തത് കൊണ്ടാണ് എൽദോയ്ക്കൊക്കെ ജയിക്കാൻ പറ്റിയത്. ജഡ്ജസിനും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ എൽദോയുടെ ടീമാണ് ജയിച്ചത്. ഇതിനകത്ത് ഇവർ 4 പേരെ ഔട്ട് ഹൗസിലോട്ട് വിട്ടിട്ടുണ്ട്. താഷിയുടെ ടീമിൽ വിശാഖിനെയും പ്രണവിനെയാണ് ഔട്ട് ഹൗസിലോട്ട് വിട്ടത്. പ്രണവ് ഒരു പ്രോപ്പർട്ടി എന്തോ ഡാമേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പ്രണവിനെ ഔട്ട് ഹൗസിലോട്ട് വിടുന്നത്. എൽദോയുടെ ടീമിൽ എൽദോ ഒഴിച്ച് ബാക്കി 3 പേര് മോശം പ്രകടനം തന്നെയായിരുന്നു. പക്ഷേ 2 പേരെയാണ് അവർ ഔട്ട് ഹൗസിൽ വിട്ടത്. അഫിയാനാസിനെയും അളകനന്ദേനെയാണ് ഔട്ട് ഹൗസിലോട്ട് വിട്ടത്. ഇതിനകത്ത് അടുത്തത് നമ്മുടെ ഷിബിനയുടെ ടീമും രാകേഷിൻ്റെ ടീമുമായിരുന്നു.
ഇതിനകത്ത് ഷിബിനയുടെ ടീമിൽ ഷിജിനാണ് ഇത് ബിൽഡ് ചെയ്യാനായിട്ട് നിന്നത്. രാകേഷിൻ്റെ ടീമിൽ രാകേഷ് തന്നെയാണ് ബിൽഡ് ചെയ്യാൻ നിന്നത്. ഈ രണ്ട് ടീമും നല്ല അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. നല്ല പ്ലാൻ ചെയ്തൊക്കെ നമ്മൾ ഗെയിം കളിക്കാന്ന് പറയില്ലേ, അങ്ങനെ തന്നെ കളിച്ചു. പക്ഷെ ജയിച്ചത് ഷിബിനയുടെ ടീമാണ്. അതിനകത്ത് എന്താ പറയുക, അതിനകത്തുനിന്ന് ഔട്ട് ഹൗസിൽ വിട്ടത് നമ്മുടെ ശ്യാമിനെ ഔട്ട് ഹൗസിൽ വിട്ടു. പിന്നെ അതുപോലെ തന്നെ സോനേനെ, ഇവരെ രണ്ടുപേരെയാണ് ഷിബിനയുടെ ടീമിൽ നിന്ന് ഔട്ട് ഹൗസിൽ വിട്ടത്. രാകേഷിൻ്റെ ടീമിൽ നിന്ന് രാകേഷിനെയും ലൊലീറ്റേനെയാണ് കേട്ടോ ഔട്ട് ഹൗസിൽ വിട്ടത്. സത്യം രാകേഷ് നന്നായിട്ട് തന്നെ കളിച്ചു. പക്ഷേ ഈ രാകേഷ് ഒരു കാർപ്പൻ്റർ ആണല്ലോ, അപ്പം കുറച്ചും കൂടെ ആൾക്ക്, അതെ, ഒന്നാമതെത്താൻ കുറച്ചും കൂടെ ഇത് കൂടുതലായിരുന്നു. പക്ഷേ ആൾ ജയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടും കൂടെയാണ് രാകേഷിനെ ഔട്ട് ഹൗസിലോട്ട് വിട്ടത്. ഇതിനകത്ത് ഇപ്പോൾ 7 പേരാണ് ഔട്ട് ഹൗസിൽ വന്നേക്കുന്നത്. ലൊലീറ്റ, രാകേഷ്, ശ്യാം, പ്രണവ്, വിശാഖ്, അളകനന്ദ, അഫിയാനാസ്, ഈ 7 പേര്. ബാക്കി ഉള്ളവർ അവിടെ സേഫായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇന്ന് 2 ഗസ്റ്റുകളുണ്ടല്ലേ, നമ്മുടെ സെറീനയും നാദിറയും. ഇവർക്കൊരിത് കൊടുക്കുകയാണ്. ഇവർക്ക് ഈ ഔട്ട് ഹൗസിലിരിക്കുന്ന ഒരാളെ സേഫായിട്ടിരിക്കുന്ന ഒരാളെ എന്ത് ചെയ്യാം, ഔട്ട് ഹൗസിലോട്ട് വിടാം. അപ്പം അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവർക്ക് കുറേയൊക്കെ പ്രസൻസ് ഫീൽ ചെയ്ത ഒരാളെ, എല്ലാത്തിലും അത്യാവശ്യം ഇടപെടുന്ന ഒരു വ്യക്തിയെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അങ്ങനെ വെച്ചിട്ട് അവർ ഒരാളെ സേഫാക്കിയത് അഫിയാനാസിനെയാണ്. അഫിയാനാസിനെ സേഫാക്കിയിട്ട് അമൃതേനെ അവർ ഔട്ട് ഹൗസിലോട്ട് വിട്ടു. അങ്ങനെ 7 പേര് ഇപ്പോൾ ഔട്ട് ഹൗസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഔട്ട് ഹൗസിൽ വന്ന ഈ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഒരു അക്യൂസേഷൻ ടാസ്ക്കാണ്. ഒരു ബൗളിനകത്ത് കുറേ ചിട്ടിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരിക്കും, കുറേ സ്വഭാവങ്ങളാണ്. അത് ഒരാൾ വന്ന് എടുക്കുക. അതിനകത്ത് അവർക്ക് കിട്ടിയ സ്വഭാവം ആരുമായിട്ടാണോ മാച്ച് ചെയ്യുന്നത് അവരുടെ പേര് പറയുക. അതെന്താണെന്നുള്ള കാരണവും പറയുക. അപ്പോൾ ആദ്യം പ്രണവാണ് വന്നത്. പ്രണവ് വന്നിട്ട് എടുക്കുമ്പോൾ പ്രണവിന് കിട്ടുന്നത് കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഇതാണ്. പ്രണവ് അതിന് വിശാഖിനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അളകനന്ദ വന്നിട്ട് നോട്ട് ഡിസേർവിങ് എന്നുള്ളതാണ് അളകനന്ദയ്ക്ക് കിട്ടുന്നത്. അളകനന്ദ അത് പറയുന്നത് അമൃതയാണ് നോട്ട് ഡിസേർവിങ് എന്നുള്ളതിന് അളകനന്ദ പറഞ്ഞത്. വിശാഖിന് കിട്ടുന്നത് ബോറിംഗ് ആണ്. അത് വിശാഖ് ശ്യാമാണെന്നാണ് പറയുന്നത്. അതുപോലെ അമൃതയ്ക്ക് കിട്ടിയത് മാനിപ്പുലേറ്റീവ് ആണ്. അത് അളകനന്ദയാണെന്നാണ് അമൃത പറയുന്നത്. പിന്നെ ശ്യാമിന് കിട്ടിയത് ഫേക്കായിട്ടുള്ളത് പ്രണവാണെന്നാണ് ശ്യാം പറഞ്ഞത്. ലൊലീറ്റയ്ക്ക് കിട്ടിയത് അറ്റൻഷൻ സീക്കറാണ്. അത് അമൃതയാണെന്നാണ് പറഞ്ഞത്. രാകേഷിന് കിട്ടിയത് ഇൻവിസിബിൾ ആണ്. പ്രണവാണ് ഇൻവിസിബിൾ ആയിട്ടുള്ള ആളെന്നാണ് നമ്മുടെ രാകേഷ് പറയുന്നത്. അങ്ങനെ രാകേഷും ലൊലീറ്റയ്ക്കും മാത്രം ഒരാരോപണവും കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാവർക്കും ഓരോന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എവിക്ഷനിലോട്ട് കടക്കുകയാണ് കേട്ടോ. എവിക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിൽക്കും. അവരുടെ മുന്നിലൊരു ബോക്സ് ഉണ്ടായിരിക്കും. ആ ബോക്സിനുള്ളിലോട്ട് ഇവർ കൈ ഇട്ടിട്ട് ഇത് പുറത്തെടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് റെഡ് കളർ വന്നാൽ എവിക്റ്റ് ആയിപ്പോയി, ഗ്രീൻ കളറാണെങ്കിൽ അവർ സേവ് ആണെന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയായിരുന്നു. അങ്ങനെ രാകേഷ് വന്നപ്പോൾ രാകേഷിന് ഗ്രീൻ കളറായിരുന്നു. രാകേഷ് സേവ്ഡായി. ലൊലീറ്റ വന്നു. ലൊലീറ്റയ്ക്കും ഗ്രീൻ കളർ കിട്ടി. ലൊലീറ്റയും സേവ്ഡായി. ശ്യാമും ഗ്രീൻ കളർ കിട്ടി, സേവ്ഡായി. അമൃത എലിമിനേറ്റഡ് ആണ്. വിശാഖ് എലിമിനേറ്റഡ് ആണ്. അളകനന്ദ എലിമിനേറ്റഡ് ആണ്. അതുപോലെ തന്നെ പ്രണവും എലിമിനേറ്റഡ് ആണ് കേട്ടോ. ഇതിനകത്ത് എനിക്ക് അളകനന്ദ കുറച്ച് ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ബാക്കിയെല്ലാം തന്നെ പോവേണ്ടതൊക്കെ തന്നെയാണ്. അളകനന്ദ ഇച്ചിരി ബെറ്റർ ആയിരുന്നു. അപ്പം അളകനന്ദയെക്കാട്ടിലും കുറച്ചും കൂടെ എന്താ വെച്ചാൽ അവിടെ നിൽക്കാൻ ഡിസേർവ് അല്ലാത്ത ആൾക്കാർ വേറെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഇവർ 4 പേരുമാണ് ഇന്ന് ഔട്ട് ആയേക്കുന്നത്. ഇപ്പം 12 പേരായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ അഗ്നിപരീക്ഷ. ഇനിയും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ മുതൽ വോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ തീരുമാനിക്കണം ആര് അകത്ത് കയറണം എന്നുള്ളത്. അപ്പം നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇയാൾ അകത്ത് കയറിയാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് ഗെയിം കളിക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിലും ആളുടെ പ്രസൻസ് കാണിക്കുന്ന, നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന, അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ നിങ്ങൾക്ക് തോന്നുന്ന ഒരാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. ഗെയിം മാത്രം കളിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം സംസാരിക്കുന്ന ഒരാൾ, അങ്ങനെ നിങ്ങൾ നോക്കാതെ, അല്ലെങ്കിൽ കാണാൻ ലുക്കുണ്ട് അങ്ങനെയൊന്നും നോക്കാതെ, നല്ലൊരു ഗെയിമർ ആയിരിക്കും ഇയാൾ അതിനകത്ത് വന്ന, ബിഗ് ബോസിന് പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇത്, ഒരു BB മെറ്റീരിയൽ ആയിരിക്കും ഇയാൾ അകത്ത് കയറിയാൽ, നമുക്ക് കാണാനൊരു ഗുമ്മുണ്ടായിരിക്കും ഇയാൾ അകത്ത് വന്നാൽ, അങ്ങനെ തോന്നിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ
എപ്പിസോഡ്. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ബോറിംഗ് ആണ് അഗ്നിപരീക്ഷ. നാളെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത മൺഡേ തൊട്ടുള്ള എപ്പിസോഡ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ അവൻ്റെ പ്രമോ ഉണ്ടായിരുന്നു. ഈ 12 പേര് തമ്മിലാണല്ലോ ഇനി, അപ്പം കുറേയും കൂടെ നല്ല രസമുണ്ട് പ്രൊമോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്